ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയും കുറച്ച് ചക്കക്കുരു ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പണ്ട് മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന നാടൻ കറി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഉച്ചയ്ക്ക് ചോറിന് പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. എല്ലാവർക്കും മൾസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസണാണല്ലോ. അപ്പം നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ അതിൽ ചക്കക്കുരുവൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വെള്ളരിക്കയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചക്കക്കുരുവും വെള്ളരിക്കയും കൂടെ വെച്ചിട്ട് ഒരു ഒഴിച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചേ. ഇത് നമുക്ക് ഉണ്ടാക്കുന്ന ടൈമിലുണ്ടല്ലോ കയ്യിൽ മാങ്ങയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നേ. മാങ്ങയും കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് വെച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ചക്കക്കുരുവും വെള്ളരിക്ക നല്ല വൃത്തിയായിട്ട് കഴുകി കട്ട് ചെയ്തെടുക്കാവേ. ഞാനിവിടെ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി രണ്ടും മുറിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചക്കക്കുരുവിൻ്റെ ബ്രൗൺ കളർ തൊലി ഫുള്ള് പോകണമെന്നൊന്നുമില്ല കേട്ടോ. ആ ബ്രൗൺ കളർ തൊലിയോടെ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിന്നിവിടെ ഇത് മൺചട്ടിയിലാണ് വെക്കുന്നത്. മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് കേട്ടോ ഒരു പഴമയൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ ചക്കക്കുരു കട്ട് ചെയ്തതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളരിക്കയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാവേ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാനിവിടെ 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്താലും മതിയാവും. പിന്നെ അതാ കറിവേപ്പിലയും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് വെക്കുന്നുണ്ട്. വെള്ളം ഒത്തിരി വേണ്ട കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചക്കക്കുരുവൊക്കെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം വെച്ചിട്ട് നമ്മളിത് ഇളക്കി ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വേവിക്കാനായിട്ട്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട്. വെള്ളരിക്കയും ചക്കക്കുരും വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ടുണ്ടല്ലോ. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നല്ല രീതിക്കൊന്നും അരഞ്ഞ് കിട്ടണ്ട, ചെറിയ തരിതരിയായിട്ട് കിടക്കുന്നത് നല്ല രുചിയായിരിക്കും കേട്ടോ. അങ്ങനത്തെ ഈ സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരും വെള്ളരിക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരും വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചക്കക്കുരു തീരെ ഉടഞ്ഞു പോയാലും ആ ഒരു കടിക്കാനായിട്ട് കിട്ടത്തില്ല. എന്നാലും ഞാൻ ചെറിയ തവി കൊണ്ട് ആ വെള്ളരിക്കയും ചക്കക്കുരും ചെറിയ രീതിയിലൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തീരെ ഗ്രേവി ആയിട്ടും അല്ല വെക്കുന്നത്, തീരെ കുറുകിയ ടൈപ്പും അല്ല വെക്കുന്നത്, രണ്ടിൻ്റെയും കൂടി ഇടയിലാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പരുവം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കറി തിളച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ അടപ്പ് മാറ്റി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തേങ്ങയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തിളച്ച് തൂകിപ്പോവും. അപ്പോൾ ഇനി കുറച്ച് നേരം തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമ്മളിത് ഇളക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി അത്യാവശ്യം നല്ല കുറുകി വന്നിട്ടുണ്ട്, ആവശ്യത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് താളിപ്പ് റെഡിയാക്കണം. അപ്പോൾ ഒരു പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉണക്കമുളക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉള്ളി എരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മൾ ഇത്തിരി കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ കായപ്പൊടി ചേർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലാണ്. വേണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒഴിക്കുമ്പോൾ തന്നെ വരുന്ന ഒരു മണം വേറെ ലെവലാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു വെള്ളരിക്ക ഒഴിച്ച് കറി പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഇത്രയും നല്ലൊരു കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് പോകുന്ന തെറ്റല്ലേ. അതുകൊണ്ട് ഞാനിവിടെ നല്ല ചൂട് ചോറിൻ്റെ ഉള്ളിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഇനിയും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്